الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പരിശുദ്ധമായ ഇസ്ലാമിൽ ഷഹാദത്തിന് വലിയ മഹത്വമുണ്ട്. ഷഹീദിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. എന്താണ് ഷഹാദത്ത്? ആരാണ് ഷഹീദ്? ഇസ്ലാമികമായ സമരങ്ങളിൽ മരണം വരിച്ച ആളുകൾക്ക് ഷഹീദ് എന്നും, അത്തരം സമരങ്ങളിൽ മരണം വരിക്കുന്നതിന് ഷഹാദത്ത് എന്നും പറയും. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാ സമരവേദികളിലും പങ്കെടുക്കുകയും ചെയ്ത മഹാന്മാരായ സ്വഹാബികൾ, അവർ ഷഹാദത്ത് അതിയായി ആഗ്രഹിച്ചവരായിരുന്നു. കാരണം ഇസ്ലാമിന് വേണ്ടി ഷഹാദത്ത് വരിച്ചാൽ അവർക്ക് അന്ത്യനാളിൽ ലഭിക്കുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവർ നേരിട്ട് കേട്ട് മനസ്സിലാക്കിയവരാണ്. റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് അവർ നേരിട്ട് പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഷഹാദത്ത് വരിക്കാൻ വേണ്ടി, രക്തസാക്ഷിയാകുന്നതിന് വേണ്ടി സ്വഹാബത്ത് അങ്ങേയറ്റം ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന് വേണ്ടി അങ്ങേയറ്റം എല്ലാ ശ്രമങ്ങളും അവർ നടത്തുകയും ചെയ്തിരുന്നു. ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള ശുഹദാഇന്, രക്തസാക്ഷികൾക്ക് സാധാരണയുള്ള മരണത്തേക്കാൾ വലിയ മഹത്വമുണ്ട്. അങ്ങനെ മരണപ്പെട്ടവർക്ക് മറ്റ് മയ്യത്തുകളേക്കാൾ വലിയ ബഹുമാനവും പദവിയുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ട്. അവർ ആദരണീയരാണ്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ അബ്ദിൻ യമൂതു ലഹു ഇൻദല്ലാഹി ഖൈർ യസ്റുഹു അൻ യർജിഅ ഇല ദുനിയ وأن له الدنيا وما فيها إلا الشهيد لما يرى من فضل الشهادة فإنه يسره أن يرجع إلى الدنيا فيقتل مرة أخرى. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഏതൊരു മരിച്ച മനുഷ്യനും അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് നന്മയുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ മഹത്വമുള്ളവനാണെങ്കിൽ, ആദരവർഹിക്കുന്നവനാണെങ്കിൽ, ഇനി ദുനിയാവിലേക്ക് മടങ്ങി വരലും ഈ ദുനിയാവും ഭൗതിക ലോകവും ഇതിലുള്ള സർവ സുഖങ്ങളും സന്നാഹങ്ങളും സൗകര്യങ്ങളും എല്ലാം ലഭിക്കുന്നത് പോലും അവൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള നന്മ സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് തൃപ്തിയോടെ കഴിയലാണ് അവന് താല്പര്യമുണ്ടാവുക. ദുനിയാവിലേക്ക് മടങ്ങൽ ഇഷ്ടപ്പെടുകയില്ല. ദുനിയാവും ഇതിലുള്ള സർവ്വതും കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ദുനിയാവിലേക്കുള്ളൊരു മടക്കം അവൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അതേസമയത്ത് രക്തസാക്ഷിയായി, നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഷഹീദായ മനുഷ്യനാണെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നു ഭൗതിക ലോകത്തേക്ക് തന്നെ മടങ്ങി വരണമെന്ന്. എന്താ കാരണം? فإنه يسره أن يرجع إلى الدنيا فيقتل مرة أخرى لما يرى من فضل الشهادة. രക്തസാക്ഷിയായി മരിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും അവന് ബോധ്യപ്പെട്ടതിനാൽ ദുനിയാവിലേക്ക് ഇനിയും മടങ്ങിപ്പോവണം, വീണ്ടും രക്തസാക്ഷിയായി കൊല്ലപ്പെടണം എന്ന് അവൻ ആഗ്രഹിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തസാക്ഷിയായുള്ള മരണം സത്യസന്ധമായി അത് ആഗ്രഹിക്കൽ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പ്രോത്സാഹിപ്പിച്ചതാണ്. മൻ സഅലല്ലാഹ അഷ്ഷഹാദ ബിസ്ദിഖിൻ ബല്ലഗഹുല്ലാഹു മനാസില അഷ്ഹദാ വഇൻ മാത അലാ ഫിറാശിഹി. ആരെങ്കിലും അല്ലാഹുവിനോട് സത്യസന്ധമായി ആത്മാർത്ഥമായി രക്തസാക്ഷിത്വം തേടിയാൽ, അല്ലാഹുവേ എനിക്ക് രക്തസാക്ഷിയായി മരിക്കാനുള്ള അവസരം നീ ഒരുക്കിത്തരണേ എന്ന് വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി അതിനുള്ള മഹത്വം ചിന്തിച്ചുകൊണ്ട് മാത്രം ആരെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ശുഹദായിന്റെ പദവി അല്ലാഹു തആല അവന് നൽകും. വഇൻ മാത അലാ ഫിറാശിഹി, അവൻ അങ്ങനെ ഒരു രക്തം ചിന്തിയ നിലക്ക്, അതല്ലെങ്കിൽ ഒരു അടർക്കളത്തിൽ അവൻ പോരാടിയിട്ട്
മരണം വരിക്കേണ്ട അവസ്ഥ ഒന്നും അവനില്ല. അവന്റെ വിരുപ്പിൽ കിടന്ന് മരിച്ചവനാണെങ്കിലും, തന്റെ ബെഡിൽ കിടന്ന് മരിച്ചവനാണെങ്കിൽ പോലും ശുഹദാഇന്റെ പദവി, മഹത്വം, സ്ഥാനം അല്ലാഹു തആല അവന് കൊടുക്കും. കാരണം അവൻ ആത്മാർത്ഥമായി സത്യസന്ധമായി അള്ളാഹുവിനോടത് തേടിയതിനാൽ. ഇത്രക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രചോദനം നൽകിയ, നമ്മളോട് ആഗ്രഹിക്കാൻ വേണ്ടി പ്രചോദിപ്പിച്ച സംഗതിയാണ് ഷഹാദത്ത് എന്നത്. എന്നാൽ ഇന്ന് ഇത്തരത്തിലുള്ള ഷഹാദത്ത് വരിക്കാനുള്ള ഒരു അവസരം ഇന്ന് ലോകത്ത് ഇല്ല. ഇങ്ങനെയുള്ള ഇസ്ലാമികമായ സമരങ്ങൾ ഇന്ന് ലോകത്ത് ഇല്ല. എന്നാലും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ശുഹദാഉ സബ്അൻ സിവൽ മഖ്തൂലു ഫീ സബീലില്ലാഹ്. ഇത്തരത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരല്ലാത്ത രക്തസാക്ഷികളായ ആളുകൾ 7 വിഭാഗം ആളുകളുണ്ട്. 7 വിഭാഗം രക്തസാക്ഷികളുണ്ട്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ രക്തസാക്ഷിയായ മനുഷ്യൻ, അവൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അവന് അതേ രൂപത്തിൽ അവന് ആ രക്തത്തോടു കൂടി അവനെ കഫൻ ചെയ്ത് അവനെ മറമാടൽ നിർബന്ധമാണ്. ഈ 2 കാര്യമേ അവന്റെ കാര്യത്തിൽ ഫർദ് കിഫായുള്ളൂ. അവനെ കഫൻ ചെയ്യണം, അവനെ മറവ് ചെയ്യണം. അവനെ കുളിപ്പിക്കേണ്ടതില്ല, അവന്റെ മേൽ നിസ്കാരമില്ല. അതേ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അശ്ശുഹദാഉ സബ്അ, 7 തരത്തിലുള്ള 7 വിഭാഗം ശുഹദാവുണ്ട്. അവര് ശുഹദാഇന്റെ പദവി ലഭിക്കുന്നവരാണ്. പക്ഷേ സാധാരണ മയ്യത്തിനെ ചെയ്യുന്നത് പോലെയുള്ള മരണാനന്തര ക്രിയകളെല്ലാം, എല്ലാ മയ്യത്ത് സംസ്കരണ മുറകളും ഇവർക്ക് നടത്തേണ്ടതുമുണ്ട്. അവർ അന്ത്യനാളിൽ ശുഹദാഇന്റെ പദവിയിലുള്ളവരാണ്. അവരിവിടെ രക്തസാക്ഷിത്വം വരിച്ചവരല്ല എങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അവർ ശുഹദാഇന്റെ സ്ഥാനം കിട്ടുന്നവരാണ്. അങ്ങനെയുള്ള 7 വിഭാഗം ആളുകളുണ്ട്. അവരെ കുളിപ്പിക്കണം, അവരെ കഫൻ ചെയ്യണം, അവരെ മേൽ നിസ്കരിക്കണം, അവരെ മറമാടണം. സാധാരണ മയ്യത്തിനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. ഏതാണ് ആ 7 വിഭാഗം ആളുകൾ? അൽ മബ്തൂനു ഷഹീദ്, ഉദരസംബന്ധമായ രോഗങ്ങൾ കാരണം മരണപ്പെട്ടവർ ഷഹീദാണ്. വയർ സംബന്ധമായ രോഗങ്ങൾ, വയറിനകത്ത് എന്തോ വലിയ അസുഖങ്ങളെന്തോ പിടിപെട്ട് ആ അസുഖം കാരണം മരണപ്പെട്ടവൻ ഉഖ്റവിയായ ഷഹീദാണ്. ഷഹീദിന്റെ പദവിയുള്ളവരാണ്. അന്ത്യനാളിൽ ശുഹദാഇന്റെ സ്ഥാനം കിട്ടുന്നവരാണ്. രണ്ടാമതായി അൽ ഗരീഖു ഷഹീദ്, വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടവൻ, മുങ്ങി മരിച്ചവൻ, അവനും ഷഹീദാണ്. ഷഹീദിന്റെ പദവിയുള്ളവരാണ്. സ്വാഹിബു ദാത്തിൽ ജംബി ഷഹീദ്, ശ്വാസകോശ സംബന്ധമായ രോഗം കാരണം മരണപ്പെട്ടവർ ഷഹീദാണ്. പ്ലൂറസി എന്ന് പറയും. ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് പ്ലൂറസി എന്ന് പറയും. അങ്ങനെയുള്ള രോഗം പിടികൂടി അതിലൂടെ മരണപ്പെട്ട ആളുകളും ഷഹീദാണ്. പിന്നീട് അൽ മത്ഊനു ഷഹീദ്, 4ാമത്തെ വിഭാഗമാണ്. പ്ലേഗ് രോഗം പിടിപെട്ട് പണ്ട് കാലത്തൊക്കെ വളരെയധികം പടർന്നു പിടിച്ചിരുന്ന പകർച്ചവ്യാധിയാണ് പ്ലേഗ്. അങ്ങനെയുള്ള പ്ലേഗ് പോലെയുള്ള വ്യാപകമായി ഉണ്ടാകുന്ന പകർച്ചവ്യാധി, ആ പകർച്ചവ്യാധി പിടിപെട്ട് അതിലൂടെ മരണപ്പെട്ട ആളുകൾ, ബാക്ടീരിയയിലൂടെ പകരുന്ന രോഗം നമുക്കറിയാം. നമ്മൾ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്ന, നാമൊക്കെ വളരെയധികം ഭയപ്പെട്ടിരുന്ന പലതരത്തിലുള്ള പകർച്ചവ്യാധികളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പകർച്ചവ്യാധി പിടിപെട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം കോവിഡ് ശക്തമായി, കോവിഡിലൂടെ മരണപ്പെട്ട വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ശുഹദാ ആണ്. അവർക്ക് ഈ പറഞ്ഞ മത്ഊൻ, പ്ലേഗ് സംബന്ധമായ രോഗം എന്ന് പറഞ്ഞതിന്റെ ഗണത്തിൽ അവർ ഉൾപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത്. പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വാഹിബുൽ ഖരീഖി ഷഹീദ്, അഗ്നിബാധയുണ്ടായി, തീപിടുത്തമുണ്ടായി, അതിൽ അകപ്പെട്ട് വെന്തുമരിച്ചവൻ, തീപിടുത്തത്തിൽപ്പെട്ട് മരണപ്പെട്ടവൻ, അവനും ഷഹീദാണ്. രക്തസാക്ഷിയുടെ പദവിയുള്ളവരാണ്. 6ാമതായി അൽ മയ്യിത്തു തഹ്തൽ ഹദ്മി ഷഹീദ്, ഇടിഞ്ഞു വീഴുന്നതിന്റെ, തകർന്നു വീഴുന്നതിന്റെ ഉള്ളിൽപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടവൻ. വീട് തകർന്ന് അതിന്റെ ഉള്ളിൽപ്പെട്ടുപോയി, ബിൽഡിംഗ് തകർന്ന് അതിന്റെ ഉള്ളിൽപ്പെട്ടുപോയി, മതില് തകർന്നു വീട് അതിന്റെ ഉള്ളിൽപ്പെട്ട് മരണപ്പെട്ടു പോയി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തകർന്നു വീണ് ആ തകർന്നടിഞ്ഞതിന്റെ ഉള്ളിൽപ്പെട്ട് മരണപ്പെട്ട വിശ്വാസിയും ഷഹീദാണ്. അവനും ഷഹീദിന്റെ പദവി ഉള്ളവനാണ്.
വൽമർവത്തുല്ലതി മാദത്ത് അനിൽ വിലാദത്തി ഷഹീദ്. ഏഴാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പ്രസവ സംബന്ധമായ വിഷയത്തിൽ ഒരു സ്ത്രീ മരണപ്പെടാനിടയായാൽ, പ്രസവവുമായി ബന്ധപ്പെട്ട് മരണപ്പെടാനിടയായാൽ ആ സ്ത്രീയും ഷഹീദാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പറഞ്ഞ 7 രൂപങ്ങളിലുള്ള മരണം സംഭവിച്ച ആളുകൾ അവര് ഉഖ്റവിയായ പാരത്രിക ലോകത്ത് അവര് ഷഹീദിന്റെ പദവിയും സ്ഥാനവും ലഭിക്കുന്നവരാണ്. എന്നാൽ ഭൗതിക ലോകത്ത് സാധാരണ മരിച്ചവർക്ക് ചെയ്യേണ്ട എല്ലാ ക്രിയകളും അവർക്ക് വേണ്ടി ചെയ്യേണ്ടതുമുണ്ട്. ഇമാം അബൂ ദാവൂദ്, ഇമാം നസായി, ഇബ്നു മാജ എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ ഈ 7 വിഭാഗങ്ങളെ പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തുക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന എല്ലാവിധ ആദരവുകളും ബഹുമാനങ്ങളും നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.